ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഡ്രസ്സെല്ലാം മാറി. ഓക്കെ, ഇത് 10:30 മണിക്കാണ് ഫംഗ്ഷൻ തുടങ്ങുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഫംഗ്ഷൻ. മില്ലറ്റ്സ് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ കുറച്ച് കഴിക്കണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് സമ്മർ ഓൾമോസ്റ്റ് സ്റ്റാർട്ടഡാണ്. എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നറിയില്ല. ഷാമിയാന പോലെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും ചൂടായിരിക്കില്ലേ? നോ ഐഡിയ. 30 ടീംസ് ഉണ്ടെന്നാണ് പറയുന്നത്. 30 ടീംസ്. ഈ 2 പേരെ വെച്ചിട്ടുള്ള 30 ടീം. അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. ദേ നല്ല ഭംഗിയുള്ളൊരു അണ്ണാനെ കണ്ടു. അണ്ണാൻ കുഞ്ഞ് നമ്മുടെ ഈ ചെടിയിൽ ഉണ്ട്. ആ മരത്തിൻ്റെ തണ്ടിലൊട്ടിയിരിക്കുകയാണ്. അവനെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല, അത് കാരണം. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് സമയത്ത് വെന്യൂലെത്താൻ സാധിച്ചു. സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാനപ്പെട്ട വെന്യൂ. സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് തൊട്ട് പിറകിലുള്ള സ്റ്റേഡിയമാണ്. ഇതൊരു വലിയൊരു സ്റ്റേഡിയമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരുപാട് പൊതു ചടങ്ങുകൾ, ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നത് ഈ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഇതിന്റെ പ്രധാന സംഘാടകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ സംസാരിച്ച ഉള്ളിലേക്ക് പോവാണ്. പൊതുപരിപാടി നടക്കുന്ന ഹാളിലേക്കാണ് എന്നെ ആദ്യം അവർ കൊണ്ടുപോയത്. ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് അവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഇതൊരു വലിയ ഹാളായിട്ട്, ഇതൊക്കെ ടെമ്പററി ആയിട്ട് കെട്ടിയതാണ്. പക്ഷെ ഇതിനകത്തും AC എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചൂടൊന്നുമില്ല, നല്ല കൂളാണ്. പുറത്ത് കുറച്ച് ചൂടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഇനോഗ്രൽ സെഷനും വാലിഡേറ്ററി സെഷനും ഒക്കെ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഒരുപാട് സെമിനാറുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാര്യം നമ്മുടെ കോമ്പറ്റീഷൻ പുറത്താണ് നടക്കുന്നത്. ഈ കറക്റ്റ് പ്രോഗ്രാം എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് കേരള ഗവൺമെന്റിന്റെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ഈറ്റ് റൈറ്റ് കേരള സേഫ് ഫുഡ് ഫോർ ബെറ്റർ ലൈഫ് എന്ന ഒരു പ്രോഗ്രാമാണിത്. അതായത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പബ്ലിക് അവയർനെസ് പ്രോഗ്രാം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. അതായത് മില്ലറ്റ് മേളയുണ്ട്, അതുപോലെ റെസിപ്പി കോമ്പറ്റീഷൻ ഉണ്ട്, സെമിനാറുകൾ, പലതരം സെമിനാറുകൾ, പാനൽ ഡിസ്കഷൻസ്, എക്സിബിഷൻസ്, ഫുഡ് ഫെസ്റ്റ്, പിന്നെ കുറെ കൾച്ചറൽ പ്രോഗ്രാംസ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ പ്രോഗ്രാമിന്റെ പ്രധാന ഉദ്ദേശം തന്നെ സേഫ്, ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ ഫുഡ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആളുകളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്നുള്ള ഒരു കാര്യവും കൂടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ ഇനോഗ്രേഷൻ ശ്രീമതി വീണ ജോർജ് ആണ്, മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അപ്പൊ മിനിസ്റ്റർ വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നു. അകത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടിട്ട് അങ്ങോട്ട് പോവാണ്. ഉള്ളിലേക്ക് പോയിട്ട് ഇനോഗ്രൽ സെഷൻ, മറ്റു കാര്യങ്ങളൊക്കെ അകത്ത് നടക്കും. ഞാനിപ്പോ പുറത്തെ നമ്മുടെ പാർട്ടിസിപ്പൻസിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോ 30 ടീം ഓഫ് കണ്ടസ്റ്റൻസ് ആണുള്ളത്. 30 ടീം എന്ന് പറയുമ്പോൾ ഒരു ടീമിൽ 2 ആൾക്കാർ വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു റൂള്. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് കൊണ്ടാണ് ഇവിടെ പലതരം വിഭവങ്ങൾ തയ്യാറാക്കേണ്ടത്. അതും ഓരോ ടീമും 2 വിഭവങ്ങൾ തയ്യാറാക്കണം. മില്ലറ്റ്സ് കൊണ്ട് ഉള്ള വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ 70% മില്ലറ്റ്സ് തന്നെ ആയിരിക്കണം എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട റൂളാണ്. ജനറലായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ മില്ലറ്റ്സിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രിയൻസിന്റെ ഒരു പവർ ഹൗസ് തന്നെയാണ്. അതായത് ഹൈ ലെവൽസ് ഓഫ് അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. ഇതെല്ലാം തന്നെ മില്ലറ്റ്സിൽ ഉണ്ടാവും. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ ലോ ആണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതൊരു ഐഡിയൽ ഫുഡാണ്, മില്ലറ്റ്സ് കൊണ്ട് തയ്യാറാക്കുന്ന ഭക്ഷണം. അപ്പൊ അതിന്റെയൊക്കെ പ്രൊമോഷനാണ് ഈ ഒരു മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്കൊരു അവയർനെസ് വേണ്ടത് വളരെ നല്ല കാര്യമാണ്. കാര്യം ഇപ്പൊ പലതരം മില്ലറ്റ്സ് ഉണ്ട്. ഇപ്പോ ബാജറ എന്ന് പറഞ്ഞാൽ പേൾ മില്ലറ്റ് ആണ്, ജോവാർ സ്വർഗം എന്ന് പറയുന്ന സ്വർഗ മില്ലറ്റ്, ഫിംഗർ മില്ലറ്റ് ഉണ്ട്, റാഗിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മില്ലറ്റ്. പിന്നെ അതുപോലെ ഫോക്സ് ടെയില്, കോഡോ, പിന്നെ ലിറ്റിൽ മില്ലറ്റ്, ബാണിയാർഡ് മില്ലറ്റ്, ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് മില്ലറ്റ്സ് ആണ് നമുക്ക് ചുറ്റും ഉള്ളത്. അതുകൊണ്ട് പല പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ, പബ്ലിക്കിന്റെ ഇടയിലൊക്കെ അവയർനെസ് സത്യം പറഞ്ഞാൽ കുറവാണ്. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് നാച്ചുറലായിട്ട് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ കാര്യം, നല്ല ദഹനം, അതായത് പെട്ടെന്ന് ദഹിക്കുന്ന കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല സസ്റ്റെയിൻഡ് എനർജിയും കാണും, നല്ല എനർജി കിട്ടും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ എൽഎൻ ബ്ലോഗ്സിൽ കുറെ പ്രാവശ്യം മില്ലറ്റ്സ് കൊണ്ട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുറച്ച് മില്ലറ്റ്സ് കൊണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കണം മില്ലറ്റ്സ് എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോടും ഒക്കെ പറയാനുള്ളത്.
എന്തായാലും നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഇവിടെ പലതരം 70% തന്നെ മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയ വിഭവങ്ങളാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കണ്ടസ്റ്റൻസിന്, അതായത് ഓരോ ടീമിനും ടീം നമ്പറിനപ്പുറത്തേക്ക് ഒരു പേരാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര രസകരമായ കൗതുകമുള്ള പേരുകളായിട്ട് എനിക്ക് തോന്നി. ദ ഗ്രീൻ ഗെയിമേഴ്സ് ഒരു ടീമിന്റെ പേരാണ്, മാവറിക്സ്, പിന്നെ വേറൊരു ടീം ദ ഗ്രീൻ ഗ്ലോറീസ്, പിന്നെ വേറൊരു ടീം ദ സ്മാർട്ട് സീഡ്, അടുത്ത ടീം ദ ഗ്രീൻ ആർക്കിടെക്ട്സ്, പിന്നെ ദ ഗ്രീൻ ഗ്ലാഡിയേറ്റർ. അങ്ങനെ രസകരമായ പേരുകളാണ് ടീമിന് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ഒരു വലിയ കൗതുകമായിരുന്നു. ഓരോ ടീമിന്റെയും മുന്നിലൂടെ ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അവരുണ്ടാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, റെസിപ്പീസും എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും അവരുമായിട്ടൊരു ഇന്ററാക്ഷൻ വളരെ രസകരമാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ ഐഡിയാസ്, അതൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ. പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആണ്, നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇവരിൽ നിന്നും പഠിക്കാനും പറ്റും. പിന്നെ വിഭവങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്ക്. കാര്യം അത്രയ്ക്ക് നല്ല എക്സ്പെരിമെന്റലായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ. പിന്നെ ഇങ്ങോട്ട് ഓരോരോ ടീമിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ആണ് കേട്ടോ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ റാഗി കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നി ഒരുപാട് പേര് റാഗി കൊണ്ടും മില്ലറ്റ്സ് കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് ധാരാളമായിട്ട്. പക്ഷെ അതിലങ്ങനെ ഭയങ്കര ഇന്നോവേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് കോമൺ ആണ് റാഗി കൊണ്ടുള്ള പായസം, ഉപ്പുമാവ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോമൺ. റാഗി കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ കാണുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വേറെയും മില്ലറ്റ്സ് കൊണ്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറെ എക്സ്പെരിമെന്റ്സ്, ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട് ഒരുപാട് പേര്. റാഗിയും മഷ്റൂമും ഉപയോഗിച്ചിട്ട് കട്ട്ലേറ്റ് കണ്ടു, റാഗി പക്കോഡാസ്, റാഗി കൊണ്ട് ബ്രൗണി, റാഗി കൊണ്ട് അവലോസ് പൊടി, പിന്നെന്താ പറയാ മില്ലറ്റ്സ് കൊണ്ട് പലതരം കുക്കീസ്, മില്ലറ്റ്സ് കൊണ്ട് കാജു ബർഫി, പല ടൈപ്പ് ഓഫ് പുഡിങ്സ്, പിന്നെ ഇറ്റാലിയൻ വിഭവങ്ങളും ഒക്കെ മില്ലറ്റ്സ് കൊണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ. പിന്നെ മില്ലറ്റ് വെച്ചിട്ട് പഴങ്കഞ്ഞി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന്. മില്ലറ്റ് പഴങ്കഞ്ഞി, അതും 1-2 കണ്ടസ്റ്റൻസ് അതുകൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കൗതുകം തോന്നിയതും വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, മില്ലറ്റ് വെച്ചിട്ട് ചീസ് ബ്രെഡ് ഉണ്ടാക്കിയ ഒരു ടീമും ഉണ്ടായിരുന്നു. ചീസ് ബ്രെഡ്, ദാറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. അതെനിക്ക് ഭയങ്കര ഒരു കൗതുകവും മാത്രമല്ല ഭയങ്കര ഇൻഫോർമേറ്റീവും വളരെ രസകരമായിട്ടും തോന്നി. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 ടീം എന്ന് പറയുമ്പോൾ ഒരു ടീമിന് 2 വിഭവങ്ങൾ വെച്ചിട്ട്, അപ്പോൾ യു ക്യാൻ ഇമാജിൻ 60 വിഭവങ്ങളാണ് ഞാൻ ഈ ഒരു മണിക്കൂറിനുള്ളിൽ ടേസ്റ്റ് ചെയ്ത് പോകുന്നത്. അത് സത്യം പറഞ്ഞാൽ ഈ 60 വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ സ്പൂണായിരിക്കും കഴിക്കുന്നത്. പക്ഷെ എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 60 സ്പൂൺ കഴിച്ചു കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണത്. പക്ഷെ ഞാനിത് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇതെനിക്ക് നല്ല ശീലമാണ്. ഇപ്പം ഞാൻ ഒരുപാട് ഇതുപോലെ കുക്കിംഗ് കോമ്പറ്റീഷൻസ് ജഡ്ജ് ചെയ്യാൻ പോകുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം, എനിക്ക് അതിനൊരു പാറ്റേൺ അറിയാം, അതങ്ങനെ കഴിച്ച് ശീലമുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ രസകരമാണ്. പിന്നെ എനിക്ക് ഐ എൻജോയ് ഇറ്റ് ഓൾസോ. എനിക്ക് ഇഷ്ടമാണ്. ഒരുപാട് എഫേർട്ട് എടുത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി ആൾക്കാർ തയ്യാറാക്കിക്കൊണ്ട് വരുന്നതാണ്. അത് അവർ സ്നേഹത്തോടു കൂടി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, അതിനൊരു പ്രത്യേക ഒരു സന്തോഷം എന്ന് മാത്രമല്ല, അതിനൊരു ഫീലാണത്. അത് വേറൊരു ഫീലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അങ്ങനെ പാർട്ടിസിപ്പൻസുമായിട്ട് എല്ലാ ടീമുമായിട്ടും ഇന്ററാക്ട് ചെയ്തു, അവരുടെ എല്ലാം ഭക്ഷണമൊക്കെ സ്വാദ് നോക്കി. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ച് വീണ്ടും സെമിനാർ നടക്കുന്ന ഹാളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഫൈനൽ റിസൾട്ട്സ് ഒക്കെ ഒന്ന് ടാലി ചെയ്യണ്ടേ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ആർക്ക് ആകെ 2-3 സമ്മാനമേ ഉള്ളൂ, 1, 2, 3. അത് ആർക്ക് കൊടുക്കും? കാര്യം ഒരുപാട് പേര് ഇതിൽ വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പം പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും പിന്നെ അതിൻ്റെ ഈ പറയുന്ന തീമിനനുസരിച്ച് മില്ലറ്റ്സിൻ്റെ എത്രത്തോളം ചേർത്തിട്ടുണ്ട്, അതിൻ്റെ വെറൈറ്റി, ഇവർ എത്ര എഫേർട്ട് എടുത്തിരിക്കുന്നു, എത്ര എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തു, അതിൽ എത്ര ഇന്നോവേഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നോക്കണമല്ലോ. അതെല്ലാം കൂടി നോക്കിയിട്ടാണ്
മാർക്ക് ഫൈനലാക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്, എങ്കിലും ഇമ്പാർഷ്യലായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് എനിക്ക് എപ്പോഴും നിർബന്ധമുള്ള കാര്യമാണ്. അതനുസരിച്ചിട്ട് ഞാനൊരു റിസൾട്ടൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് സംഘാടകരെ ഏൽപ്പിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് മില്ലറ്റ്സ് കൊണ്ടുള്ള വിഭവങ്ങളുടെ സ്റ്റാൾസ് ഉണ്ട്. ഇഷ്ടംപോലെ സ്റ്റാൾസും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ സ്റ്റാൾസിനകത്തൊക്കെ ധാരാളമായിട്ട് മില്ലറ്റ്സ് കൊണ്ടുള്ള പ്രോഡക്ട്സ്, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പ്ലസ് മില്ലറ്റ്സിന്റെ തന്നെ പല ടൈപ്പ് ഓഫ് മില്ലറ്റ്സിന്റെ പൊടികളും അതുകൊണ്ടുള്ള വേറെ കാര്യങ്ങളും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടും. അത് പബ്ലിക്കിന് വന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്നവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും എല്ലാവരും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടി, വളരെ ഉത്സാഹത്തോടു കൂടിയാണ് കേട്ടോ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ഇവരുടെ ഇടയിൽ മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അവർ ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട്, അവരതിൽ വളരെ എക്സൈറ്റഡ് ആണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായതിൽ. അത്രത്തോളം അവർ മില്ലറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണ്. അവിടെ വന്ന് നിൽക്കുന്നവരെല്ലാം മില്ലറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരും അറിവുള്ളവരും അത് ഇഷ്ടപ്പെടുന്നവരും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നവരും തന്നെയായിരുന്നു. പിന്നെ ഇവിടെ സെയിലിന് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്റ്റാൾസ് ഇട്ടിരിക്കുന്നവരാണെങ്കിലും എല്ലാവരും തന്നെ ആക്ച്വലി പറഞ്ഞാൽ സംരംഭകരും കൂടിയാണ്. ചെറിയ ചെറിയ ബിസിനസ് സംരംഭകരും, ചിലരൊക്കെ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആയിട്ട് മില്ലറ്റ്സിനെ വിൽക്കുന്നവരും ഒക്കെയാണ്. അതിൽ ചില ആൾക്കാരെല്ലാം നമ്മുടെ കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്റ്റാളും ഉണ്ടായിരുന്നു, കോമ്പറ്റീഷനിലെ പാർട്ടിസിപ്പൻസുമായിരുന്നു. ഇങ്ങനെ കേരളത്തിന്റെ നാനാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. ട്രിവാൻഡ്രം മാത്രമല്ല കേട്ടോ, ട്രിവാൻഡ്രത്തു നിന്നുള്ളവരും ഉണ്ട്, പല സ്ഥലത്തുള്ളവരും ഉണ്ടായിരുന്നു. പല പല ഡിസ്ട്രിക്ട്സിൽ നിന്നും ഈ മേളയിൽ പങ്കെടുക്കാനായിട്ടും ഈ കോമ്പറ്റീഷനിലും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാനും എത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒരു വലിയ സന്തോഷം തന്നെയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എല്ലാ സ്റ്റാൾസിലും ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി നടന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റാൾസും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ മില്ലറ്റ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് സ്റ്റാൾസ്, കുറെ കാര്യങ്ങൾ അതും ഉണ്ടായിരുന്നു. എന്താ പറയുക, എന്നെ സ്നേഹിക്കുന്ന കുറേ ആളുകളെ ഞാൻ ഇവിടെ കണ്ടു, പുതിയതായിട്ട് പരിചയപ്പെട്ടു, കൂടെ നിന്ന് ഫോട്ടോസൊക്കെ ധാരാളമായിട്ട് എടുത്തു. എല്ലാവരോടും അവർക്കൊരു വലിയ സന്തോഷമായിരുന്നു എന്നെ കണ്ടപ്പോൾ. എനിക്ക് തിരിച്ചും അതുപോലെ തന്നെയാണ്. എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ്, സംഘാടകരോടും ഒക്കെ യാത്ര പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മില്ലറ്റ്സ് നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കുക. മില്ലറ്റ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അത് ഭയങ്കര ഫുൾ ഓഫ് ന്യൂട്രിയൻസ് ഉള്ള നല്ല ഒരു പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വൈറ്റമിൻസ് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറാനും നല്ലൊരു ബെറ്റർ ലൈഫ് കിട്ടാനും ഒരു സേഫ് ആയിട്ടുള്ളൊരു ഫുഡാണത്. അപ്പോൾ ധൈര്യമായിട്ട് മില്ലറ്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ആൾ.